കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തിന്റെ വചനവുമായിട്ട് നമ്മുടെ പുതിയ ദിവസം ആരംഭിക്കാം. നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം വീണ് കിടക്കുന്ന അടിസ്ഥാനങ്ങൾ എന്നുള്ളതാണ്. കഴിഞ്ഞ 100 എപ്പിസോഡുകളായിട്ട് നമ്മൾ തുടർച്ചയായിട്ട് ഈ വിഷയം ചിന്തിക്കുകയായിരുന്നു. ഇന്നതിന്റെ 101ാമത്തെ എപ്പിസോഡില് നമ്മൾ ചിന്തിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവ്, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക എന്ന ദൈവത്തിന്റെ വചനം പറയുമ്പോൾ നാം എങ്ങനെ കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങണം എന്നതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇന്ന് നമ്മോടൊപ്പം ബഹുമാനമുള്ള പേരകത്ത് ചെറിയ സാറുണ്ട്. കഴിഞ്ഞ ചില എപ്പിസോഡുകളായിട്ട് അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടല്ലോ. ഈ എപ്പിസോഡിൽ പ്രിയ സാറുള്ളത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്നേഹം അറിയിക്കുന്നു. സാറേ, നമുക്ക് കർത്താവിന്റെ രണ്ടാം വരവിനായിട്ട് നമ്മുടെ എല്ലാവരുടെയും പ്രത്യാശ കർത്താവിന്റെ രണ്ടാം വരവാണ്. നമ്മളെല്ലാവരും ഈ ലോകത്തിൽ എത്ര ഓടിയാലും അധ്വാനിച്ചാലും രണ്ടാം വരവെങ്കിൽ നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ പരിപാടി. അതുകൊണ്ട് ഈ കർത്താവിനെ എതിരേൽക്കുവാൻ നാം എങ്ങനെ ഒരുങ്ങണം, അതിനെ കുറിച്ച് ചില നിർദ്ദേശങ്ങൾ നമ്മുടെ കേൾവിക്കാർക്ക് ഒന്ന് പങ്കുവച്ചാൽ കൊള്ളാവുന്ന. വളരെ സന്തോഷം. വളരെ സന്തോഷം. കർത്താവായ യേശുക്രിസ്തുവിനെ എതിരേൽപ്പാൻ എപ്രകാരം ഒരുവൻ ഒരുങ്ങണം എന്നുള്ളതാണ്. ഈ എല്ലാ കാര്യങ്ങളും ദൈവം നിർദ്ദേശം തരുന്നു. മനുഷ്യൻ ആ നിർദ്ദേശം അനുസരിച്ച് അങ്ങ് ജീവിച്ചാൽ മതി, അവർക്ക് ഒരു തകരാറും ഉണ്ടാവത്തില്ല. ഇവിടെ എന്താ പറ്റുന്നതെന്ന് ചോദിച്ചാല്, മനുഷ്യൻ സ്വന്തമായിട്ട് ഒരുക്കങ്ങളൊക്കെ ചെയ്യുക എന്ന ദൈവത്തിന്റെ വ്യവസ്ഥയിലുണ്ട് പ്രകാരം ഒരുങ്ങണം എന്നുള്ള കാര്യം. അത് മനസ്സിലാക്കി അതിന് പ്രകാരം ഒരുങ്ങിയിരുന്നാൽ ദൈവമുഖം കാണാതിരിക്കത്തില്ല. അതുകൊണ്ട് തിരുവചനം എന്ത് പറയുന്നു? കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവെങ്കിൽ നാം കാണപ്പെടുവാൻ എപ്രകാരം ഒരുങ്ങണം എന്ന് വചനം എന്ത് പറയുന്നു നോക്കാം. അതുകൊണ്ട് എബ്രായരുടെ ലേഖനം 12ാമത്തെ അധ്യായത്തിന്റെ 14ാമത്തെ വാക്യം വായിക്കാം. എബ്രായ ലേഖനം അതിന്റെ 12ാം അധ്യായം 14ാമത്തെ വാക്യം. അവിടെ നാം വായിക്കുന്നത്, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. എല്ലാ മനുഷ്യരോടും സമാധാനത്തിൽ കഴിയണം. ഒരു ഭാഗം അതെ അല്ലേ. രണ്ടാമത്തെ ഭാഗം എന്താണ്? ശുദ്ധീകരണം പ്രാപിക്കണം. ഹോളി ലിവിംഗ്, ഒരു വിശുദ്ധ ജീവിതം. ഒരു വിശുദ്ധ ജീവിതം ജീവിക്കുന്നവന്, ക്രിസ്തുവിൽ ജീവിക്കുന്നവന് ക്രിസ്തുവിൽ മരിക്കും. ക്രിസ്തുവിൽ മരിക്കുന്നവൻ ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽക്കും. അങ്ങനെ നീ ഉയർത്തെഴുമ്പോൾ ദൈവത്തിന്റെ മുഖം കാണും. അപ്പൊ ക്രിസ്തുവിൽ എങ്ങനെ ജീവിക്കാം, അല്ലെങ്കിൽ ഒരു വിശുദ്ധ ജീവിതം എങ്ങനെ ജീവിക്കാം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അതിന് മുൻപായിട്ട് അതിന്റെ ഭാഗം എന്ന് പറയുന്നു, എല്ലാവരോടും സമാധാനം ആചരിക്കണം. എല്ലാ മനുഷ്യനെയും സ്നേഹിക്കണം. മറ്റൊരു മനുഷ്യനെ സ്നേഹിക്കുന്നവൻ നല്ലവനായതുകൊണ്ട് മാത്രമല്ല, ഇവൻ ദുഷ്ടനുണ്ടല്ലോ അവനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാല് മറ്റവൻ ദുഷ്ടനായിരിക്കുന്നത് കൊണ്ട് അവനെ സ്നേഹിക്കണം. നാം പാപികളായിരുന്നപ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് മരിച്ചു അല്ലേ. അപ്പൊ ആ ക്രിസ്തുവിന്റെ അതേ സ്വഭാവം നമ്മളിൽ കാണണം എന്നാണ് പറയുന്നതിന്റെ ചുരുക്കം അല്ലേ. മത്തായിയുടെ സുവിശേഷം 5ാമത്തെ അധ്യായത്തിന്റെ 23-24 വാക്യങ്ങൾ വായിക്കാം. മത്തായിയുടെ സുവിശേഷം 5ാം അധ്യായം 23-24. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്നാ നിന്റെ വഴിപാട് കഴിക്കണം. അപ്പൊ വളരെ നന്നായിട്ട് വചനം പറയാണ്. അപ്പൊ എങ്ങോട്ട് പോവാ? ദേവാലയത്തിട്ട് പോവാ. എന്തിനാ പോകുന്നത്? യാഗം കഴിക്കാനാ പോകുന്നത്, അല്ലെങ്കിൽ ആരാധനയ്ക്ക് പോവാ. ആരാധനയ്ക്ക് പോകുമ്പോൾ ഓർമ്മ വരികയാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിക്കുകയാണ്, നിന്റെ അയൽവക്കാരന് നിന്നോട് അല്പം പകയുണ്ട്. നിനക്കുണ്ടോ? ഇല്ല. മറ്റവനുണ്ടോ? ഉണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യണം, നീ അവിടെ യാഗം അവിടെ വെച്ചിട്ട് എന്താണ് തിരിച്ചു പോയി അവനുമായിട്ട് നിരക്കണം. എന്നിട്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നറിയാം, മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആരാധന. ആ ആരാധന എന്ത് ചെയ്യുന്നതെന്നറിയാമോ? പുറകിലത്തെ സീറ്റിലിരിക്കും, മറ്റുള്ളവനോട് നിരക്കുന്നത് മുൻ സീറ്റിരിക്കും എന്നാ പറയുന്നതിന്റെ അർത്ഥം. അവര് വിശുദ്ധീകരണം പ്രാപിക്കുന്ന
ഈ ലോകത്തിലെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് മറ്റുള്ളവരുമായിട്ട് സമാധാനം സ്നേഹത്തിലും ആചരിക്കുക. അങ്ങനെയുള്ളവൻ ദൈവമുഖം കാണും, ഇല്ലാത്തവനോ കാണത്തില്ല. സ്നേഹം ആണ് അല്ലേ ഇത് പറയുന്നത് താല്പര്യം. പിന്നെന്താണ് വിശുദ്ധിയിൽ ജീവിക്കാൻ. ഈ രണ്ട് കാര്യങ്ങൾ. ഇതിന്റെ താല്പര്യം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ സ്വന്തം സ്വരൂപത്തിലും സൃഷ്ടിച്ചു. മനുഷ്യൻ പാപം ചെയ്തതോടെ എന്ത് പറ്റി? ദൈവത്തിന്റെ സ്വരൂപം നഷ്ടപ്പെട്ടു പോയി എന്ന് മാത്രമല്ല, സാത്താന്റെ സ്വരൂപം നമ്മളിൽ വരികയും ചെയ്തു. രണ്ട് കാര്യം അല്ലേ? ദൈവസ്വരൂപം നഷ്ടപ്പെട്ടു, സാത്താന്റെ സ്വരൂപം നമ്മളിൽ പ്രവേശിച്ചു. എങ്ങനെ അറിയാം? കർത്താവായ യേശുക്രിസ്തു പറയാണ്, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു അല്ലേ? അപ്പോഴ് ചുരുക്കത്തിൽ പറഞ്ഞാല് എന്റെ അപ്പൻ ജഡവും എന്റെ അമ്മ ജഡവും കൂടെ കൂടിച്ചേർന്നു ഞാനാകുന്ന ജഡത്തിൽ ജന്മം തന്നു എന്നർത്ഥം അല്ലേ? അപ്പൊ അതുകൊണ്ട് പോകത്തില്ല അല്ലേ? സാധാരണ പറയാറുണ്ട്, ഞാനൊരു മർത്തമക്കാരനായിട്ടാ ജനിച്ചേ, അല്ലെങ്കിൽ യാക്കോബക്കാരൻ, ഞാൻ പെന്തിക്കോസുകാരനായിട്ടാ ശ്രമിച്ചേ. എന്തോ ഒരു അബദ്ധമാണെന്നറിയാം. നമ്മളാരും ഒരു കാരനായിട്ട് ജനിക്കുന്നില്ല. പാപി എന്ന മേലെഴുത്തോടെയാണ് ഈ ലോകത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് മർത്തമക്കാരനായിട്ട് ഞാൻ മർത്തമ സഭയിൽ നിന്നും പോകുന്നില്ല. യാക്കോബ, പെന്തക്കോസ്, സഹോദരി അങ്ങനെ ആരും ജനിക്കുന്നില്ല എന്ന് ചുരുക്കം. എല്ലാ മനുഷ്യരോടും സമാധാനം ആചരിക്കണം, സമാധാനത്തിൽ ജീവിക്കണം. അങ്ങനെ ജീവിക്കുന്നവര് ദൈവമുഖം കാണണം. ഇപ്പോഴ് ആരായാലും ശരി, സാർ ഒരു കത്തോലിക്കനെന്ന്, മറ്റേ ഒരാള് പെന്തക്കോസുകാരൻ, മറ്റൊരാള് യാക്കോബക്കാരൻ, മർത്തമകൻ, നീ എന്തൊരു കാരനായാലും ശരി, ഒരു വ്യവസ്ഥയേ ഉള്ളൂ, വിശുദ്ധിയിൽ ജീവിക്കുക എന്നൊരൊറ്റ വ്യവസ്ഥ അല്ലേ? നീ പെന്തക്കോസുകാരനായിക്കും, പക്ഷെ എന്താണ്? വിശുദ്ധിയിൽ ജീവിക്കണം, അതേ ഉള്ളൂ. മറ്റേ ആളാരാ? കത്തോലിക്കനായി കത്തോലിക്കൻ വിശുദ്ധിയിൽ ജീവിക്കണം. അപ്പൊ ഒരു കുഴപ്പമുണ്ട്. വിശുദ്ധ വായിക്കണം. റോമർക്ക് എഴുതിയ ലേഖനം 7-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ വാക്യം. പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. ആകയാൽ ന്യായപ്രമാണം വിശുദ്ധം. അത് വായിച്ചാലും മതി, താഴോട്ട് വായിക്കാം. ഈ വിശുദ്ധ ന്യായപ്രമാണം കൂടാതെ ഒരു വിശുദ്ധ ജീവിതം അസാധ്യം. വിശുദ്ധമായ ന്യായപ്രമാണം കൂടാതെ ഒരു വിശുദ്ധ ജീവിതം ഈ ഭൂമിയിൽ അസാധ്യം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ചില കാര്യന്മാരായിരിക്കാൻ പറ്റത്തില്ല. ഇല്ല. അടുത്തോട്ട് വായിച്ചു. ന്യായപ്രമാണം വിശുദ്ധം, കൽപ്പന വിശുദ്ധവും. അപ്പൊ വിശുദ്ധമായിട്ട് ക്രൂശിൽ തറച്ചോ? ഇല്ല, വിശുദ്ധമായിട്ട് ന്യായവും നല്ലതും തന്നെ. ഈ ന്യായവും നല്ലതുമല്ല ഉപേക്ഷിച്ചൊരു വിശുദ്ധ ജീവിതം സാധിക്കത്തില്ല. അപ്പൊ നീ മർദ്ദമക്കാരനോ യാക്കോബക്കാരനോ എന്തൊരു കാരണമായിക്കോ, നീ വിശുദ്ധ ജീവിതം ജീവിക്കാതെ ദൈവമുഖം കാണത്തില്ല. എങ്ങനെയാ ഒരുങ്ങുന്നേ? ഇങ്ങനെ ഒരുങ്ങുന്നത് വിശുദ്ധീകരണം. അപ്പൊ ചിലർ പറയും എന്നാന്നറിയാമോ, നമുക്ക് അതെല്ലാം അനുസരിച്ച് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പൊ ദൈവത്തോട് നീ തത്വജ്ഞാനമൊന്നും പറയില്ല. ദൈവം പറയുന്നെങ്കിലും പറയുമ്പോൾ ആമേനെന്ന് പറഞ്ഞോ അല്ലേ? അതന്നെ ദൈവം പറയുന്നെങ്കിൽ അത് സാധ്യമാകും എന്നുള്ളതാണ്. ദൈവം പറയുന്നതിനാണ്, ഞാൻ നിന്നെ എന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു, നിന്നെ എന്റെ രാജ്യത്തിലാക്കണമെങ്കിൽ ആ സ്വരൂപം നിന്നിൽ കാണും എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മുടെ സ്വരൂപം കണ്ണാടിയിൽ കാണും എന്ന് പറഞ്ഞ പോലെ ന്യായവിധി ദിവസത്തിൽ കർത്താവായ യേശുക്രിസ്തു നമ്മളെ നോക്കുമ്പോൾ കർത്താവിന്റെ സ്വരൂപം നമ്മളിൽ കാണണമെന്ന് ചുരുക്കം. അങ്ങനെ കാണുമെങ്കിൽ നീ ദൈവമുഖം കാണും. ഇല്ലാത്തവൻ എന്ത് കാരനായാലും ശരി ദൈവമുഖം കാണത്തില്ല. അതാ പറഞ്ഞതിന്റെ ചുരുക്കം. എല്ലാവരോടും സമാധാനമായിട്ട് ജീവിച്ചോണം. പിന്നെ വിശുദ്ധീകരണം കൂടാതെ ഈ വിശുദ്ധിയിലുള്ള ജീവിതം എന്ന് പറഞ്ഞാല് ഒരു വീഴ്ചയും ഇല്ലാത്ത ജീവിതം എന്ന അർത്ഥമില്ല. അതുകൊണ്ട് വായിക്കാം സദൃശവാക്യങ്ങൾ 24-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം വായിക്കാം. നീതിമാൻ 7 പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും. അപ്പൊ ആരാ വീഴുന്നത്? നീതിമാൻ വീഴാം. ദുഷ്ടൻ വീഴുമോ? ഇല്ല. അതല്ലേ, ദുഷ്ടൻ വീഴത്തില്ല, അവൻ വീണ് കിടക്കുക.
അപ്പൊ നീതിമാനെ വീഴാൻ സാധിക്കത്തുള്ളൂ. അത്രയേ ഉള്ളൂ. അവൻ വീണ് കിടക്കുക, അവനെന്തോ ചെയ്യണം? എഴുന്നേറ്റണം. അവൻ എഴുന്നേൽക്കും. ആ മുടിയനായ പുത്രന് ഞാൻ എഴുന്നേറ്റ എന്റെ പിതാവിന്റെ ഭരണത്തിൽ. അപ്പൊ അവൻ എഴുന്നേറ്റാ മതി. ഇവൻ വീണാലും എന്ന് പറഞ്ഞാൽ ഒരു വിശുദ്ധ ജീവിതം എന്ന് പറഞ്ഞാല് യാതൊരു വീഴ്ചയുമില്ലാത്ത ജീവിതം എന്ന അർത്ഥമില്ല എന്ന് ഈ വേദപുസ്തകം സ്ഥാപിക്കുന്നു. എവിടെ വായിക്കാൻ തുടങ്ങിയത്? വായിച്ചു തീർത്തോളൂ. 20:16 നീതിമാൻ 7 പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും, ദുഷ്ടന്മാരോ അനർത്ഥത്തിൽ നശിച്ചു പോകും. വീണ് കിടക്കുക, എഴുന്നേറ്റില്ലെങ്കിൽ അവന് നശിച്ചു പോകും എന്ന് പറഞ്ഞാൽ ഒരു വിശുദ്ധ ജീവിതം എന്ന് പറഞ്ഞാല് ഈ ലോകവുമായിട്ട് വേർപെട്ട ഒരു ജീവിതം എന്നാണ് അർത്ഥം. ഈ ലോകത്തിന്റെ ദുർഭോഗങ്ങളിലും ഈ ലോകത്തിന്റെ ആഡംബരങ്ങളിലും ഈ ലോകത്തിന്റെ വായിക്കും. 1 യോഹന്നാൻ 2-ാമത്തെ അധ്യായം അതിന്റെ 15, 16, 17 വാക്യം വായിക്കും. യോഹന്നാന്റെ 1-ാം ലേഖനം അതിന്റെ 2-ാം അധ്യായം 14, 15 വാക്യങ്ങൾ. ഇവിടെ നാം വായിക്കുന്നത്, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നു എങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹം ഇല്ല. രണ്ടിലേതെങ്കിലും ഒന്നേ പാടുള്ളൂ. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രയാകുന്നു. അത് ശ്രദ്ധിച്ചു. എന്താണ് ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഞാൻ വിചാരിക്കുകയാണ്, ഈ വിദ്വാൻമാര് പറയുന്നുണ്ടല്ലോ ന്യായപ്രമാണം ഇല്ലെന്ന് പറയുന്നത്. ഇവിടെ എന്ത് കാണുന്നു? മോഹിക്കരുതെന്നുള്ള ന്യായപ്രമാണം ഇവിടെ കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് പറ. കാണുന്നുണ്ട്. ജഡമോഹം. അപ്പൊ പുതിയ നിയമത്തില് തന്നെ മനസ്സിലായി. ന്യായപ്രമാണം മുഴുവനും നീങ്ങി തുടങ്ങി എന്ന് പറയുന്ന ഇങ്ങനെയുള്ള ഒരു ദൈവമുഖം കാണത്തില്ല. എന്നെ കേൾക്കുന്ന എന്റെ സഹോദരങ്ങളെ, അങ്ങനെ പറയരുത്, അങ്ങനെ വിശ്വസിക്കുകയില്ല. ഇവിടെ പറയുന്ന മോഹം നിന്നിൽ കാണരുത്, മോഹിക്കരുതെന്നുള്ള ന്യായപ്രമാണം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയില്ലായിരുന്നു. അപ്പൊ 10 ഇവിടെ ഉണ്ടെന്ന് ചുരുക്കം. വിശ്വസിക്കണം എന്നാ ഞാൻ പറഞ്ഞതിന്റെ സാരം. ഒരു വിശുദ്ധ കൽപ്പന കൂടാതെ, ദൈവത്തിന്റെ വിശുദ്ധ കൽപ്പന കൂടാതെ ഒരു വിശുദ്ധ ജീവിതം നയിക്കുക എന്ന് പറയുന്നത് അസാധ്യം എന്നാണ് നമ്മളിവിടെ പറയുന്നതിന്റെ കാര്യം. യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. ആര് പറയുകയാണ്? യേശു പറയുകയാണ്. അപ്പൊ ആര് പറയുന്നതിന് സാരം എന്തെന്നറിയോ? ഞാൻ അല്ലാത്തതുപോലെ അവരും അല്ല. യേശു ആയിരിക്കുന്നത് പോലെ വിശുദ്ധ ജീവിതം എന്ന് പറയുന്നതിന്റെ അടിത്തട്ട്. ഞാൻ ആയിരിക്കുന്ന പോലെ അവരുമാകുന്നു. അപ്പൊ പിതാവിന്റെ സന്നിധിയിൽ ഇവരെ അങ്ങോട്ട് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്യാം. പിതാവേ, ഞാൻ ആയിരിക്കുന്ന പോലെ ഇവരും ആയിരിക്കുന്നു, ഞാൻ അല്ലാത്തതുപോലെ അവരും അല്ല എന്നാണ് പറയുന്നത് കാര്യം. അല്ലേ? അവിടെ എന്താണ്? ഒന്നുകൂടെ വായിച്ചോളൂ. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. അല്ല എന്ന് മനസ്സിലായി. കാര്യം പിടികിട്ടിയോ? ഞാൻ എന്തായിരിക്കുന്നുവോ അതുപോലെ അവരായിത്തീരണം. അതാ വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത്. കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ നേരത്തെ വായിച്ചു, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ സ്വന്തം സ്വരൂപത്തിലും സ്വന്തം കർത്താവായ യേശു ക്രിസ്തു എന്തിനാ മരിച്ചത്? ഞാൻ ഈ ചോദ്യം ബൈബിൾ ക്ലാസ് എടുക്കുന്നു ചോദിക്കാറുണ്ട്. മനുഷ്യന് നഷ്ടപ്പെട്ട ദൈവ സ്വരൂപം അവന് വീണ്ടെടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതന്നെ. ചിലർ പറയും നമ്മുടെ പാപങ്ങളെയൊക്കെ മോചിക്കാനാണ്. ശരിയാണ്. ഒരു കൂട്ടം പാപങ്ങളെ മോചിക്കാൻ മാത്രമല്ല കർത്താവായ യേശു ക്രിസ്തു മരിച്ചത്. മനുഷ്യൻ എന്ത് നഷ്ടപ്പെട്ടു പോയോ അതേ അവസ്ഥയിലേക്ക് അവനെ മടക്കി വരുത്തുക. അതിനാണ് കർത്താവായ യേശു. അത്രത്തോളം മനസ്സിലാകാത്രത്തോളം കാലം കർത്താവായ യേശു ക്രിസ്തു എന്തിനു മരിച്ചു എന്ന് ബോധം വരുന്നില്ല, മുഴുവനും ബോധം വരുന്നില്ല എന്ന് ചുരുക്കം. അല്ലേ? ഇനി എഫേസ്യർക്കെഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യം വായിക്കും. കറ, ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാം മനസ്സിലായി. പറയാം എന്തൊക്കെ ഇല്ല. കറ, ചുളുക്കം ഇല്ല, മുതലായതൊന്നുമില്ല. ഒന്നുമില്ല. ഉണ്ടായിരുന്നോ? കറയുണ്ടായിരുന്നോ? ചുളുക്കം ഉണ്ടായിരുന്നോ? ഇപ്പോഴോ?
ഇപ്പൊ ശുദ്ധയുമായി പോയി. ഇനിയും ഇതാണ് ഇതില്ലാത്ത കാര്യങ്ങൾ അല്ലേ? പിന്നെ ഉള്ളത് എന്തൊക്കെയുണ്ടെന്ന് പറയാം. ശുദ്ധയും നിഷ്കളങ്കയും. ശുദ്ധ, പിന്നെ നിഷ്കളങ്കത. ഒരു കാര്യം കൂടെ വായിച്ചു, തേജസ്. തേജസ്സോടെ അവിടെ ഇല്ലാത്ത അല്ലേ? ഇല്ല, കറ ഇല്ല, ചുളുക്കം ഇല്ല, പിന്നെ എന്തൊക്കെയുണ്ട്? ശുദ്ധയാണ്, നിഷ്കളങ്കയാണ്, തേജസ്സാണ്. അങ്ങനെ ജീവിക്കാൻ ജീവിതം സമർപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഒരാൾ മാത്രമേ കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത് വരുമ്പോൾ ദൈവമുഖം കാണത്തുള്ളൂ. എന്ത് മനസ്സിലായി? അതെ അല്ലേ? ഇനിയും കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചതിന്റെ മുഴുവൻ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലേ? വായിക്കാം. നമ്മൾ വായിക്കാൻ വേണ്ടാന്ന് വിചാരിച്ച ഒരു കാര്യമാണ്. ഒന്നാമത് വായിക്കാം. ഉൽപ്പത്തി 1:27. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-ാമത്തെ വാക്യം. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവനെ സൃഷ്ടിച്ചു. അപ്പോഴ് ന്യായവിധി എന്താണെന്നറിയോ? ന്യായവിധി എന്ന് പറഞ്ഞത് ഒരു മനുഷ്യൻ സാറിന് എന്താ കർത്താവായ യേശു ക്രിസ്തു നല്ലപോലൊരു നോട്ടം നോക്കാൻ പോകുന്നു. എങ്ങനെ? വലത്തോട്ട് വിടുന്നതിന് മുൻപേ എങ്ങനെ ഇരിക്കുന്നു? ഞാൻ ഇവനെ എന്റെ സ്വരൂപത്തിൽ ജീവിക്കാൻ സൃഷ്ടിച്ചു. നഷ്ടപ്പെട്ടു പോയി, പക്ഷെ ഞാൻ മരിച്ചതുകൊണ്ട് തിരികെ പ്രാപിച്ചു. ഇപ്പോഴെന്ത് പറയുന്നു? നല്ലവനും ദാസനെ ആയിരുന്നതുകൊണ്ട് ഞാൻ അധീതന് അതിന് എബ്രായർ ലേഖനം 12:9-10 വാക്യങ്ങൾ വായിക്കാം. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 9-10 വാക്യങ്ങൾ. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ? അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവുമല്ല. അവനോ നാം അവിടുത്തെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് അവിടുത്തെ ദൈവത്തിന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ വിശുദ്ധി നമ്മൾ പ്രാപിക്കണം. ദൈവത്തിന്റെ വിശുദ്ധിയിൽ നമ്മൾ പങ്കാളികളാകണോ? തീർച്ചയായും. യേശു ക്രിസ്തു രണ്ടാമത് വരുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ മുഖം കാണും. അല്ലെങ്കിലോ കാണത്തില്ല. ലേവ്യ പുസ്തകം 11:44 വായിക്കാം. ലേവ്യ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 44-ാമത്തെ വാക്യം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിരിക്കണം. അതിന്റെ അർത്ഥം ഞാനായിരിക്കുന്ന പോലെ നിങ്ങൾ യേശുക്രിസ്തുവിന്റെ കാര്യമാണ്. ഇവർ ഞാൻ ലൗകികനല്ലാത്തതുപോലെ ഇവരും ലൗകികന്മാരല്ല. ഇവിടെ വായിക്കുന്നു ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ വിശുദ്ധനായിരിക്കുന്നു. ഈ പറയുന്നതിന് ചുരുക്കമില്ല. ഞാൻ എന്തായിരിക്കുന്നുവോ അതുപോലെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയത് എവിടെ നിന്നാണെന്നറിയാം? നിന്റെ ദൈവത്തെ എതിരേക്കാൻ ഒരുങ്ങിക്കൊള്ളുക. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ ഒരുക്കണമെന്നാണ് ഈ ശുദ്ധീകരണം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തോ വിചാരിക്കുന്നത്? നമ്മുടെ ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ എല്ലാം ചിലർക്ക് തിയോളജിക്കൽ ശുദ്ധീകരണമില്ല. നമ്മൾ ഈ ശുദ്ധീകരണം എന്ന് പ്രാപിക്കണമെന്ന് പറയുമ്പോൾ ഈ തലമുണ്ടയ്ക്കകത്ത് കയറിയിരിക്കുന്ന അശുദ്ധമായിട്ടുള്ള വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. അതും കൂടെ മാറ്റണം എന്നുള്ളതാണ് പറയുന്നതിന്റെ ചുരുക്കം. മനസ്സിലാവില്ലയോ? തിയോളജിക്കൽ ശുദ്ധീകരണം എല്ലാവർക്കും ഇല്ല. അപ്പൊ ഇതിനകത്ത് കർത്താവായ യേശു ക്രിസ്തു ഇങ്ങോട്ട് വരുമ്പം എന്താണ്? ജീവകിരീടം. ഇവിടെ ശുദ്ധീകരണം ഇല്ലെങ്കിലും ജീവകിരീടം വിൽക്കാത്ത കടം സാധ്യമല്ല. ഫിലിപ്പിയർക്ക് ലേഖനം 4:8 വായിക്കണം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം വായിച്ചോളൂ. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും രമ്യമായതൊക്കെയും പുകഴ്ചയായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും
സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചു കൊള്ളുവീൻ. എന്തോ ചിന്തിക്കണം? സൽഗുണം. ഈ പറഞ്ഞ പട്ടികയിലുള്ള എല്ലാ കാര്യങ്ങളും ചിന്തിച്ചു ജീവിക്കുന്ന ഒരു മനുഷ്യൻ ദൈവമുഖം കാണും. അതെവിടെയാണ് നടക്കുന്നത്? ഇവിടെ കിടക്കുക, ചിന്താമണ്ഡലത്തിലാണ്, ചിന്താമണ്ഡലത്തിലാണ്. അതുകൊണ്ട് എന്താണ് പറയുന്നത്? സത്യമായിട്ടുള്ളത്, ഘനമായിട്ടുള്ളത്, നീതിയായിട്ടുള്ളത്, വ്യാജവുമായിട്ട് യാതൊരു ബന്ധവും പാടില്ല. ഒരു ദൈവ പൈതലിന് പാപവുമായിട്ട് ഒരു ബന്ധവും പാടില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ഒരു കാര്യം ചേർത്തോണം. കർത്താവേ, ഞാൻ ഇന്ന് എന്റെ ഭവനത്തിൽ നിന്ന് പുറത്തു പോവുകയാണ്. ഇന്ന് പാപവുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാകാനിടയാകരുതേ, സഹായിക്കണമേ എന്ന് പറഞ്ഞു വേണം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ. തന്നെയുമല്ല വീട്ടിൽ നിന്ന് പുറത്തെടുത്ത് പോകുമ്പോൾ രണ്ട് കാര്യങ്ങൾ എടുക്കണം. എന്തൊക്കെയാണെന്നറിയാമോ? രണ്ട് കാര്യങ്ങൾ എടുത്തോണം. ഒന്ന്, ഒരു പാത്രം, അതിനകത്ത് വെള്ളം. രണ്ട്, ഒരു തോർത്ത് അരയിൽ കെട്ടണം. എന്നിട്ട് എന്തോ ചെയ്യാൻ പോവാ? ഈ തോർത്തും എന്തോ എടുത്തുകൊണ്ട് ആരുടെയെങ്കിലും കാല് കഴുകണമെന്ന് വെച്ചു ഞാൻ അവന്റെ കാല് കഴുകാൻ പോവായിരുന്നു. അപ്പൊ കാല് കഴുകുക എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം ചെയ്ത് തീരുന്നല്ല, ദിവസേനയുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ ജീവിക്കുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല. മനുഷ്യനെ ദൈവം ശുദ്ധിയിൽ സൃഷ്ടിച്ചു, അശുദ്ധിയിൽ വീണു. എന്നാൽ തിരികെ വിശുദ്ധിയിലേക്ക് മടങ്ങിയവരുണ്ടാകണം. അങ്ങനെ വിശുദ്ധിയിൽ ഒരു ജീവിതം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ, എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാന്നറിയാം, ഇവിടെ ഇംഗ്ലീഷ് ഭാഷയിൽ പ്രസംഗിക്കുന്നവർ പ്രസംഗിച്ചു കേട്ടിട്ടുള്ളത് ഫോംഡ്, deformed and must be reformed. മനസ്സിലായോ? എന്താണ് ഫോം? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, ഫോം, deformed and then reformed. അങ്ങനെയുള്ളവരെ വിശുദ്ധിയിൽ ജീവിക്കാൻ സാധിക്കത്തുള്ളൂ, അല്ലേ? ശുദ്ധീകരണം കൂടാതെ ഒരു മനുഷ്യന്റെ ദൈവത്തെ കാണുകയില്ല. കർത്താവിൽ പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് കേട്ട തിരുവചനം, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. നാം ലോക ചരിത്രത്തിന്റെ അവസാനത്തെ നിമിഷങ്ങളിലാണ് പാർക്കുന്നത്. കർത്താവിന്റെ വരവ് ഏറ്റവും അടുക്ക വാതിൽക്കലായിരിക്കുകയാണ്. എല്ലാവരും കർത്താവിന് വേണ്ടി, ക്രൈസ്തവ ലോകം മുഴുവനും കർത്താവിന്റെ വരവിനായിട്ട് കാത്തിരിക്കുന്ന കൂട്ടത്തിലാണ്. എന്നാൽ എല്ലാവർക്കും ആ വരവെങ്കിൽ, കർത്താവിനെ എതിരേൽക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടായിരിക്കണം എന്നതിനെ കുറിച്ചാണ് ചിന്തിച്ചത്. നാം ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണത്തില്ല. അതിൽ പ്രധാനമായിട്ട് അറിയേണ്ടത്, ഒരു വിശുദ്ധ ജീവിതം നയിക്കണമെങ്കിൽ ദൈവത്തിന്റെ 10 കൽപ്പനയും അനുസരിക്കാതെ ഒരു വിശുദ്ധ ജീവിതം അസാധ്യമാണ്. അതുകൊണ്ട് നമ്മൾ പ്രമാണം മാറിപ്പോയി, നീങ്ങിപ്പോയി, കുടിച്ചിൽ തറച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രമാണത്തിന് പുറംതിരിഞ്ഞ് നമ്മൾ പൈശാചിക ഉപദേശങ്ങൾ കുടുങ്ങിക്കിടക്കുന്നവരാണെങ്കിൽ ഇന്ന് പകൽക്കാലം തീരുമാനമെടുക്കുക. ദൈവകൽപ്പനകളെ അനുസരിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിച്ച് എന്റെ ദൈവത്തെ എതിരേൽക്കുവാൻ ഞാൻ ഒരുങ്ങും. അപ്രകാരം തീരുമാനമെടുക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്ത് തന്നെയായിരുന്നാലും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല തീരുമാനത്തോടെ, പ്രതിഷ്ഠയോടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ മാനിക്കും. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. എല്ലാ അനുഗ്രഹത്തിന്റെയും ഉറവിടമായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമായ സ്വർഗ്ഗസ്ഥ പിതാവേ, നടികളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, നിന്റെ ദൈവത്തെ എതിരേൽക്കുവാൻ ഒരുങ്ങിക്കൊള്ളുക എന്നുള്ള വലിയ ആഹ്വാനം അടികൾക്ക് ലഭിച്ചതോർത്ത് സ്തോത്രം. അടികളാ വലിയ ദൗത്യമുള്ളവരായിരിക്കാൻ അടികളെ സഹായിക്കണമേ. ഈ പാപത്തിന്റെ എല്ലാ സാധ്യതകളും പിശാച് തുറന്നു വച്ചിരിക്കുന്ന ഈ ലോകത്തില് അവൻ ഓരോ ദിവസവും പാപത്തിൽ വീഴാതെ വണ്ണം അടികളെ വിശുദ്ധിയിൽ സൂക്ഷിക്കാനുള്ള കൃപ നൽകണമേ. നീതിമാൻ 7 പ്രാവശ്യം വീണാലും അവൻ എഴുന്നേൽക്കുമെന്ന് അടികളെ കേൾപ്പിച്ചല്ലോ. വീണു പോയാലും എഴുന്നേൽക്കുവാനുള്ള കൃപ നൽകണമേ. കർത്താവെ, കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തിലല്ല, വിശുദ്ധിയിൽ ജീവിക്കാനുള്ള കൃപ നൽകണമേ. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. രോഗത്തില്, ഭാരത്തില്, പ്രയാസങ്ങളില്, കടബാധ്യതകളില്, മറ്റാകുലതകളില്, മാനസിക സംഘർഷങ്ങളില്, മറ്റുള്ളവരോട് പറയുവാൻ കഴിയാത്ത വേദനകളിലൊക്കെ ആയിരിക്കുന്ന ധാരാളം പ്രിയപ്പെട്ടവർ കേൾക്കുന്നുണ്ടല്ലോ. ആമേൻ. അവിടുന്ന് ആശ്വാസദായകൻ, സമാധാനദായകൻ, വിടുവിക്കുന്ന കർത്താവായിരിക്കാൻ സ്തോത്രം. ബലമുള്ള കരങ്ങൾ പ്രിയമക്കളെ വഹിക്കണമേ. എല്ലാ അനുഗ്രഹത്താലും നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയായിട്ട് യാചിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കർത്താവിനെ എതിരേൽക്കുവാൻ നമുക്ക് ഒരുങ്ങണം. എല്ലാ ഞായറാഴ്ചയും രാവിലെ 6:30
ജയിക്കുന്ന ചാനലിലുള്ള സംപ്രേഷണങ്ങൾ കാണുക, കേൾക്കുക, മറ്റുള്ളവരോട് പറയുക. യൂട്യൂബിലും കാണാം. ജോയ്മോൻ മത്തായി എന്ന് ടൈപ്പ് ചെയ്താൽ ഈ തിരുവചനങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് ശ്രവിച്ച് നമ്മുടെ ജീവിതങ്ങളെ ശുദ്ധീകരിച്ച് വിശുദ്ധിയിൽ കർത്താവിനെ നിലനിൽക്കുവാൻ ഒരുങ്ങാം. അതിന് കർത്താവ് സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവമായി കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പാസ്റ്റർ ജോയ്മോൻ മത്തായി എഴുതിയ വിശുദ്ധ ദിവസം എന്ന പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യന് ഒരു വിശുദ്ധ ദിവസത്തെ നൽകിയത്? വിശുദ്ധ ദിവസത്തെ നാം എങ്ങനെ മനസ്സിലാക്കണം? ശരിക്കും ദൈവം തന്ന വിശുദ്ധ ദിവസത്തിലാണോ നാം ദൈവത്തെ ആരാധിക്കുന്നത്? വ്യവസ്ഥ തെറ്റിച്ചുള്ള ആരാധനയിൽ ദൈവം പ്രസാദിക്കാമോ? വിശുദ്ധ ദിവസത്തിന്റെ കാര്യത്തിൽ ചരിത്രത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ചതിവെന്താണ്? വിശുദ്ധ ദിവസവും ന്യായവിധിയും തമ്മിലുള്ള ബന്ധമെന്താണ്? തുടങ്ങി വിശുദ്ധ ദിവസത്തെ സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ധാരാളം അറിവുകൾ കോർത്തിണക്കിയ പുസ്തകം. 272 പേജുകളുള്ള ഈ പുസ്തകത്തിന് പോസ്റ്റേജ് ഉൾപ്പെടെ നിങ്ങൾ നൽകേണ്ട വില 75 രൂപയാണ്. പുസ്തകം VPP ആയി നിങ്ങളുടെ വീട്ടിൽ ലഭിക്കാൻ താല്പര്യമുള്ളവർ പിൻകോഡ് സഹിതം അഡ്രസ് SMS ചെയ്യുകയോ വിളിച്ചു പറയുകയോ ചെയ്യുക. നമ്പർ 9740979977. ശ്രീ പേരകത്ത് ചെറിയാൻസ്കറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ഇത് തിരുവചന സത്യം. ക്രൈസ്തവ ലോകത്ത് പരക്കെ പ്രചരിക്കുന്ന അബദ്ധ ഉപദേശങ്ങളും സംശയങ്ങളും വചന അടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത്. ദൈവത്തിന്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിന് 130 രൂപയാണ് വില. എന്നാൽ ഞങ്ങളിത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു തരുന്നു. നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം ഇനി പറയുന്ന നമ്പറിൽ SMS ചെയ്യുക. നമ്പർ 9847906636. പ്രവചന ശബ്ദം ക്രൈസ്തവ കുടുംബ മാസിക. തിരുവചനത്തിലെ കാണാപ്പുറങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന ഉത്തമ ക്രൈസ്തവ കുടുംബ മാസിക. സമകാലിക സംഭവങ്ങൾ, ആരോഗ്യ ശാസ്ത്രം, പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കി ഉൾക്കാമ്പുള്ള ലേഖനങ്ങൾ ഇതിൽ ലേഖനം ചെയ്തിരിക്കുന്നു. വരിക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന നമ്പറിൽ SMS ചെയ്യുക. നമ്പർ 9495955082. വാർഷിക വരിസംഖ്യ വെറും 150 രൂപ മാത്രം.